ഹലോ ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ ദിവസമായിട്ടുള്ള എൻ്റെ വീഡിയോസിലൊക്കെ പറയുന്നുണ്ടല്ലേ ഒരു കല്യാണം വരുന്നുണ്ടെന്ന്. ഞങ്ങളുടെ കുടുംബത്തിലെ കുറേ വർഷങ്ങൾക്ക് ശേഷം നല്ല അടിപൊളി ഒരു കല്യാണമാണ് കേട്ടോ. എൻ്റെ അമ്മയുടെ ബ്രദറിൻ്റെ മോൻ്റെ കല്യാണമാണ്. കുറേ നാൾക്ക് ശേഷമാണ് കേട്ടോ ഞങ്ങൾ ഫാമിലീസൊക്കെ കൂടി ഒത്തുചേർന്ന് ഇങ്ങനെ ഒരു കല്യാണം ആഘോഷിക്കുന്നത്. അപ്പോൾ ദേ നമ്മുടെ പൊന്നുകുട്ടിയുടെ ഡ്രസ്സും എൻ്റെ ഡ്രസ്സും ഏകദേശം ഒരേ രീതിയിലൊക്കെ ഉള്ള കളറാണ് കേട്ടോ. പിന്നെ രാജേഷൻ്റെയും ഏകദേശം അടുത്ത കളറൊക്കെയാണ്. അപ്പോൾ രാകേഷ് ദേവിക അതാണ് കേട്ടോ നമ്മുടെ ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും പേര്. അപ്പോൾ അവർ ബോംബെയിൽ സെറ്റിൽഡാണ്. ഇവിടെയാണ് നമ്മുടെ കല്യാണം നടത്തുന്നത് കേട്ടോ, എറണാകുളത്ത് വെച്ച്. എറണാകുളം IMA ഹൗസ് എന്ന് പറയുന്ന ഒരു കൺവെൻഷൻ സെൻറ്റർ പോലെ അവിടെ വെച്ചാണ് കേട്ടോ കല്യാണം. അപ്പോൾ നല്ല അടിപൊളി ഓഡിറ്റോറിയം ആയിരുന്നു, ഫുൾ AC ആയിട്ട് നല്ല അടിപൊളി പരിപാടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വെള്ളമൊക്കെ കുടിച്ചു. നമ്മൾ വെൽക്കം ഡ്രിങ്ക്സ് ഉണ്ടല്ലോ അതൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ ഫംഗ്ഷൻ നടക്കുന്ന ഓഡിറ്റോറിയം ആ ഹോളിൽ വന്നു കേട്ടോ. അവിടെ ഞങ്ങൾ അത്യാവശ്യം പുറകിലായിരുന്നു പറഞ്ഞാൽ ഞങ്ങൾ വന്നപ്പോൾ കുറച്ച് ലേറ്റായി. പക്ഷേ നമ്മുടെ കല്യാണ കെട്ടൊക്കെ നടക്കുമല്ലോ അതിന് മുമ്പാണ്. ഇതാണ് മാമൻ പെണ്ണിന് താലി കെട്ടുന്നതിന് നമ്മൾ താലി എടുത്ത് കൊടുക്കുമല്ലോ അങ്ങനെ ചെയ്യുകയാണ്. അപ്പോൾ കല്യാണത്തിനെ കുറിച്ചൊന്നും അങ്ങനെ വലിയ വിവരിക്കുന്ന അങ്ങനെയൊന്നും ഇല്ല. മനോഹരമായിരുന്നു, നല്ല രസമായിരുന്നു, ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു എന്താ പറയണതെന്ന് എനിക്കറിയത്തില്ല, അത്ര അടിപൊളി കല്യാണമായിരുന്നു കേട്ടോ. ഞങ്ങൾ ആഗ്രഹിച്ച് കൊതിച്ച് ഇരുന്നൊരു കല്യാണവും കൂടെയാണ്. ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു. അത്രയ്ക്ക് ആഗ്രഹിച്ചിരുന്നൊരു കല്യാണമാണ്. ഒരുപാട് കൊതിച്ചിരുന്നു ഈ ഒരു കല്യാണം ഒന്ന് പങ്കെടുക്കാനും അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. എല്ലാം കൊണ്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. എല്ലാവരെയും കാണാൻ പറ്റി, നമ്മുടെ റിലേറ്റീവ്സിനെയൊക്കെ. അപ്പോൾ ഞങ്ങൾ കല്യാണമൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് എൻ്റെ വക. അപ്പോൾ എൻ്റെ പൊന്നുകുട്ടിയുടെയും ഡ്രസ്സൊക്കെ കൊള്ളാവോ? ഞങ്ങൾ ഇങ്ങനെ കല്യാണമായിട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഡ്രസ്സൊക്കെ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും എല്ലാം കൂടാണ്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോവാണ്. കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവാണ് കേട്ടോ. മുകളിലത്തെ നിലയിലായിരുന്നു കല്യാണം. അപ്പോൾ ലിഫ്റ്റുണ്ട്, ലിഫ്റ്റിൽ കയറി ഞങ്ങൾ മുകളിൽ ചെന്ന് അങ്ങനെ ഭക്ഷണം കഴിക്കാനായിട്ട് പോവുകയാണ്. ഭക്ഷണം നല്ല സദ്യയായിരുന്നു കേട്ടോ. നമ്മുടെ സദ്യ നല്ല ടേസ്റ്റായിരുന്നു, നല്ല ഫുഡായിരുന്നു കേട്ടോ. എല്ലാം കൊണ്ട് നല്ലൊരു ഫുഡായിരുന്നു. അപ്പോൾ ഞങ്ങൾ സദ്യ കഴിക്കുകയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം സദ്യയാണ്. നമ്മൾ കല്യാണം എന്നൊക്കെ പറയാൻ നമുക്ക് സദ്യ കഴിക്കാനല്ലേ, പായസമൊക്കെ കൂട്ടി 2 തരം പായസമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പായസത്തിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ല കേട്ടോ. ഞാൻ പരിപ്പ് കറി വരെയുള്ള വീഡിയോയെ എടുത്തുള്ളൂ. പിന്നെ അങ്ങോട്ട് നമ്മൾ ഫുൾ ബിസിയല്ലേ. നമുക്ക് ചോറിൽ കൊണ്ടുവന്ന പരിപ്പും നെയ്യുമൊക്കെ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫുൾ ബിസി ആയിരിക്കും ഫുഡ് കഴിക്കുന്നതിൻ്റെ ആ ഒരു ഇതിൽ. പിന്നെ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണൻകുട്ടനെ ശ്രദ്ധിക്കണം. കണ്ണൻകുട്ടൻ ഭക്ഷണം കഴിക്കുന്ന കണ്ണൻകുട്ടന് പ്രത്യേക ഇലയിലിട്ടിട്ടൊക്കെയാണ് കേട്ടോ ചോറ് കൊടുക്കുന്നത്. കണ്ണൻകുട്ടന് ഇഷ്ടമാണ് അങ്ങനെ കഴിക്കാൻ. അപ്പോൾ കണ്ണൻകുട്ടനെയും ശ്രദ്ധിക്കണം, എനിക്കും കഴിക്കണം, ഇടയ്ക്ക് പൊന്നുകുട്ടിയും കഴിക്കണമെന്നുണ്ടോ എന്നൊക്കെ നോക്കണം. അതുകൊണ്ട് പരിപ്പ് കറി വന്നതിന് ശേഷം പിന്നുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ല കേട്ടോ. ഫോൺ മാറ്റി വെച്ചു. അതിന് ശേഷം ഞങ്ങൾ ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും കൂടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു കേട്ടോ. ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് എല്ലാവരോടും ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ പോരുവാണ്. ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിലാണ് കേട്ടോ, ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് തൃപ്പൂണിത്തുറയിൽ. അപ്പോൾ അതേ ഞങ്ങൾ കാറിനാണ് കേട്ടോ പോക്കും വരവും എല്ലാവരും ഉണ്ട്. ചേച്ചിയുടെ ചേട്ടൻ്റെ അമ്മയുണ്ട്, ഞങ്ങളെല്ലാവരും ഉണ്ട്. അപ്പോൾ കാറിനാണ് ഞങ്ങൾ പോകുന്നത് വരുന്നതൊക്കെ. അതിനുശേഷം ഞങ്ങൾ വൈകിട്ടായപ്പോഴത്തേക്കും വീട്ടിൽ വന്നു, ഒന്ന് ഫ്രഷായി ഇച്ചിരി നേരം ഒന്ന് കിടന്നുറങ്ങുകയൊക്കെ ചെയ്തതിന് ശേഷം ഞങ്ങൾ ഏകദേശം ഒരു 7 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങളൊന്ന് പുറത്ത് പോവാണ്. നല്ല ചൂടാണ് കേട്ടോ, ഒരു രക്ഷയില്ല. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ തോന്നുന്നില്ല, അത്രയ്ക്ക് ചൂടാണ്. നമുക്കങ്ങ് സത്യം പറഞ്ഞാൽ സങ്കടം വരും. പക്ഷേ കല്യാണ സ്ഥലത്ത് ഫുൾ AC ആയതുകൊണ്ട് നമ്മൾ നല്ല ചില്ലായിട്ടാണ് നടന്നത്. നല്ല സുഖമായിരുന്നു കേട്ടോ, ഫുൾ AC ആണ്. സദ്യ കഴിക്കുമ്പോഴൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ സദ്യയൊക്കെ കഴിക്കാൻ പോയാൽ നമ്മൾ ആകെ കുഴഞ്ഞു പോകും, അത്രയ്ക്ക് ചൂടാണ്. നമ്മൾ ആ ഒരു ഇതിലല്ലല്ലോ. പക്ഷേ ഇവിടെ IMA ഹൗസ് ആയതുകൊണ്ട് നമ്മൾ നല്ല ഇതായിരുന്നു കേട്ടോ, ചൂടൊന്നും അറിഞ്ഞതേ ഇല്ല, നല്ല സുഖത്തിലായിരുന്നു. സദ്യയൊക്കെ നന്നായിട്ട് കഴിക്കാൻ പറ്റി, അതുകൊണ്ട് നല്ല ഇതായിരുന്നു. പിന്നെ ഞങ്ങൾ പോകുന്നത് ഈവനിങ്ങിൽ ജസ്റ്റ് ഒന്ന് പുറത്ത് പോകണമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ മറൈൻ ഡ്രൈവിലും
സുഭാഷ് പാർക്ക്, അങ്ങനെ കുറച്ച് സ്ഥലത്തൊക്കെ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. ജസ്റ്റ് ഒരു കറക്കം അത്രയേ ഉള്ളൂ. ഒന്ന് കുഞ്ഞുങ്ങളെയും കൊണ്ടൊന്ന് പുറത്ത് പോകണം. ലുലു മാളിലൊക്കെ പോകാമെന്ന് വിചാരിച്ചേ, വെറുതെ എന്തിനാ ലുലു മാളിലൊക്കെ പോയി കറങ്ങി അടിച്ച് നടക്കുന്നത്, ഇവിടെ ജസ്റ്റ് ഒന്ന് കാറ്റൊക്കെ കൊണ്ടിരിക്കാം എന്ന് വിചാരിച്ച് ഞങ്ങൾ ഇറങ്ങിയാണ്. പക്ഷെ നമ്മൾ സുഭാഷ് പാർക്കിൽ വന്നപ്പോഴത്തേക്കും അവിടെ ഏകദേശം ക്ലോസ് ആയി കേട്ടോ. ക്ലോസ് ആകേണ്ട സമയമായി, 9 മണി എന്തോ ആയിട്ടുണ്ട്. സംഭവം ക്ലോസ് ആകാറായി, 8 മണി 9 മണി എന്തോ ആയി. അപ്പം ഞങ്ങൾ എന്തായാലും കുറച്ച് നേരം ഇരുന്ന് കേട്ടോ. നല്ല കാറ്റായിരുന്നു, നല്ല സുഖമായിരുന്നു. ആ ചൂട്, വീട്ടിൽ നിന്ന് നമ്മൾ ചൂടത്ത് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ ഒരു പാർക്കിൽ വന്ന് ആ കായലിൻ്റെ തീരത്ത് വന്നിരുന്നപ്പോൾ അയ്യോ പറയണ്ട, നല്ല നല്ല തണുത്ത കാറ്റായിരുന്നു. ഞാൻ പറയാം, ഞാൻ ഇവിടെ നിൽക്കാൻ പോയാൽ വരുന്നില്ല എന്ന്. പക്ഷെ പകൽ ഈ സ്ഥലത്തൊന്നും നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല, ചൂട് കാറ്റും ഭയങ്കര ചൂടും കാര്യങ്ങളും എല്ലാം ആയിരിക്കും കേട്ടോ. കണ്ണൻകുട്ടൻ ഇടയ്ക്ക് അടി ഉണ്ടാക്കുന്നുണ്ട്. കണ്ണൻകുട്ടനെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ വെള്ളം വേണം. ഞാനാണെങ്കിൽ എപ്പോഴും പുറത്തിറങ്ങുമ്പോൾ വെള്ളം എടുക്കുന്നതാണ്, പക്ഷേ ഇത് മറന്നുപോയി. ഞങ്ങൾ എടുത്തിട്ട് നമ്മളവിടെ പുറത്ത് തന്നെ വെച്ചിട്ടിങ്ങ് പോകുന്നു കേട്ടോ. അപ്പോൾ കണ്ണൻകുട്ടന് വെള്ളം വേണം, അങ്ങനെ ആവശ്യങ്ങളാണ്. അവന് ഭക്ഷണ കാര്യങ്ങളോ ഐസ്ക്രീമോ അങ്ങനെയൊന്നും പറഞ്ഞ് വഴക്കൊന്നും ഇടത്തില്ല. വെള്ളം ഞാൻ എപ്പോഴും കരുതണം, വെള്ളത്തിൻ്റെ ആളാണ്. ഈ ചൂടുകാലം വന്നപ്പോൾ നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ വെള്ളം കുടിക്കുന്നതെന്ന് നോക്കിയിട്ട് കണ്ണൻകുട്ടനാണെന്ന് തോന്നുന്നു. കണ്ണൻകുട്ടൻ ഭക്ഷണത്തിനെക്കാട്ടിലും കൂടുതൽ വെള്ളമാണ് കേട്ടോ വേണ്ടത്. അപ്പം ഞങ്ങൾ അവിടെ കുറച്ച് നേരം കുഞ്ഞുങ്ങൾ നിന്ന് കളിച്ച് അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളതേ തിരിച്ച് അവിടുന്ന് ഇറങ്ങാൻ പറഞ്ഞു കേട്ടോ. സെക്യൂരിറ്റി വന്നിട്ട് പറഞ്ഞു ക്ലോസ് ചെയ്യേണ്ട സമയമായി, ഇറങ്ങാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ അവിടുന്ന് ഇറങ്ങുവാണ്. നല്ല ആളുണ്ട് കേട്ടോ, നല്ല ആളും തിരക്കും എല്ലാം ഉണ്ട്. അപ്പോൾ ക്ലോസ് ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ വിഷമമായി. കാരണം ഞങ്ങൾ വന്ന് ഒരു 1/4 മണിക്കൂറേ അവിടെ ഇരുന്നുള്ളൂ. കാറ്റൊക്കെ കൊണ്ട് ഒന്ന് കുളിർമയായിട്ട് വരികയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് അവർ പോകാൻ പറഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര സങ്കടമായി. പക്ഷെ ഞങ്ങൾ വിട്ടുകൊടുത്തില്ല. ഞങ്ങൾ നേരെ പാർക്കിൽ കാറ് കൊണ്ട് ഞങ്ങൾ നേരെ മറൈൻ ഡ്രൈവിലോട്ട് പോയി കേട്ടോ. മറൈൻ ഡ്രൈവിൽ പിന്നെ നമുക്ക് എപ്പോൾ വേണേലും എത്ര മണി വേണേലും നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാം. ആരും നമ്മളോട് ഞങ്ങൾ അടയ്ക്കാൻ പോവുകയാണ്, ക്ലോസ് ചെയ്യാൻ പോകും അങ്ങനെയൊന്നും പറയില്ല. പിന്നെ ഒരു 10-11 മണിയൊക്കെ ആകുമ്പോൾ പോലീസ് വരുമായിരിക്കും അല്ലേ, പാടില്ല ഇരിക്കാൻ പാടില്ല എന്നും പറഞ്ഞ് വരുമായിരിക്കാം. പക്ഷേ ഇത് നല്ല സുഖമായിരുന്നു കേട്ടോ. നമ്മുടെ മറൈൻ ഡ്രൈവിലും ആ കാറ്റൊക്കെ കൊണ്ട് ഇപ്പോൾ ഈ ചൂട് സമയത്ത് നമ്മൾ എറണാകുളത്ത് മറൈൻ ഡ്രൈവിലും പാർക്കിലും ഒക്കെ പോവുകയാണെങ്കിൽ ഒരു 6 മണി 7 മണിക്ക് ശേഷം പോകണം കേട്ടോ. നല്ല സുഖമാണ്, നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ടാവും. അപ്പോൾ ദേ നമ്മുടെ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞങ്ങൾ എറണാകുളം നമ്മുടെ വാട്ടർ മെട്രോയുടെ അവിടത്തൊക്കെ വീഡിയോ ഇട്ടില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ പാർക്ക് ചെയ്തിട്ട് നടക്കുകയാണ് കേട്ടോ. അവിടെയൊക്കെ ക്ലോസ് ആയി. ഞങ്ങളെന്നാൽ വാട്ടർ മെട്രോയിലൊക്കെ കയറാമെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്, പക്ഷേ ക്ലോസ് ആയി കേട്ടോ. ഒരു ഇത്ര സമയം കഴിയുമ്പോൾ എല്ലാം ക്ലോസ് ആവുമല്ലോ. അപ്പോൾ അവിടെ എല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ അവിടെയൊക്കെ നടന്നു കേട്ടോ. ആഗ്രഹമാണ് പുറത്തേക്ക് പോകണമെന്ന്. ആണെങ്കിലും എപ്പോഴും ജോലി തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ഓട്ടപ്പാച്ചിൽ. ചേച്ചിക്കും ജോലിയുണ്ട്, നേഴ്സ് റിസൈൻ ചെയ്തിട്ട് നിൽക്കും. പക്ഷെ ഉടനെ ജോലിക്ക് കയറും ചേച്ചിയും. അപ്പം മൊത്തത്തിൽ തിരക്കാണ്. പിന്നെ കുഞ്ഞുങ്ങളുടെ പഠിത്തം അങ്ങനെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അങ്ങനെ പുറത്തൊന്നും അധികം ഞങ്ങൾ അമ്പലത്തിലും ഒക്കെ വരുമ്പോഴാണ് ഞാനും ചേച്ചിയും. ഈ പ്രാവശ്യം ഭയങ്കര സന്തോഷം, കല്യാണവും ചേച്ചിയുടെ വീട്ടിൽ ദിവസം നിൽക്കാൻ സാധിച്ചു. എന്നെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷ കാര്യമാണ് കേട്ടോ. ഭയങ്കര സന്തോഷമായിരുന്നു ചേച്ചി സന്തോഷം. അപ്പോൾ ഹാപ്പി. പൊന്നുകുട്ടിയുടെ പേരമ്മ കേട്ടോ. പൊന്നുകുട്ടി പേരമ്മ, കുട്ടനും പേരമ്മ എന്നാണ് വിളിക്കുന്നത്. പേരമ്മ പേരപ്പൻ എന്നാണ് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ കുറേ നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. സമയം 10-10:30 ആയി കാണും കേട്ടോ. നല്ലൊരു എന്താ പറയുന്ന ഒരു പോസിറ്റീവായിട്ട് നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. നമ്മൾ ഈ രാത്രിയിൽ നമ്മുടെ റിലേറ്റീവ്സൊക്കെ ആയിട്ട് ഇതുപോലെ പുറത്ത് പോകാമെന്ന് പറയും. എപ്പോഴും ഞങ്ങൾ രണ്ടുപേരും കുഞ്ഞുങ്ങളുമായിട്ടല്ലേ പോകുന്നത്. പക്ഷേ ഇത് നമ്മൾ ഫാമിലീസായിട്ട് ഇങ്ങനെ പുറത്ത് പോകുമ്പോൾ നമുക്കൊരു പ്രത്യേക അങ്ങനെ ഒരു ടൈമിങ് ഞങ്ങൾക്ക് കിട്ടാറില്ല സത്യം പറഞ്ഞാൽ. എപ്പോഴും ഞാൻ തനിച്ചാണ് പോകുന്നത്. പക്ഷെ ഇത് എന്താ പറയേണ്ടത്, ഇതൊക്കെ പോകുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഞങ്ങൾ അതിന് ശേഷം ഐസ്ക്രീം കഴിക്കാൻ, വാനില ഐസ്ക്രീമാണ്. ജസ്റ്റ് ഞാനാണ് പറഞ്ഞത് നമുക്കൊരു ഐസ്ക്രീം കഴിക്കാം. ഞങ്ങളങ്ങനെ പുറത്തു പോയാൽ അധികം ഐസ്ക്രീമൊന്നും കഴിക്കില്ല. നമ്മുടെ കണ്ണൻകുട്ടൻ്റെ ഹെൽത്ത് ഇച്ചിരി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുകൊണ്ട് ഐസ്ക്രീമൊന്നും കഴിക്കില്ല. പക്ഷേ കണ്ണൻകുട്ടനെ ഞാനൊരു ഐസ്ക്രീം വാങ്ങിച്ചൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ.
കാരണം ഒന്ന് കൊടുത്തു നോക്കാം എന്തായിരിക്കും എന്താ പനി വല്ലതും വരുമോ എങ്ങനെയാണെന്ന്. പക്ഷേ ഒരു കുഴപ്പമില്ല കേട്ടോ. ഐസ്ക്രീം കഴിച്ചിട്ട് ഞാനിപ്പോൾ വോയിസ് ഓവർ ചെയ്യാനായിട്ട് കുറച്ച് താമസിച്ചു കേട്ടോ. കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം 2 ദിവസത്തോളം ആയി. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, കണ്ണൻകുട്ടൻ ഓക്കെയാണ്, ഒരു കുഴപ്പമില്ല. ഐസ്ക്രീം കഴിച്ചിട്ട് അവന് ഏകദേശം ഐസ്ക്രീമൊക്കെ ആയിട്ടൊന്ന് സെറ്റ് ആകുന്നുണ്ടായിരിക്കാം, തണുപ്പൊക്കെ ആയിട്ടൊന്ന് സെറ്റ് ആകുന്നുണ്ടാകാം. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഐസ്ക്രീമൊക്കെ ഞങ്ങളെല്ലാവരും കഴിച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. പോകുന്ന വഴി ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് കയറിയായിരുന്നു കേട്ടോ. പക്ഷേ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഞങ്ങൾ ഇച്ചിരി ടയേർഡായി, കാരണം കുറച്ച് നടന്നു, കാർ പാർക്കിംഗ് വരെ കുറച്ച് നടന്നു. പിന്നെ അറിയാമല്ലോ നമ്മുടെ എറണാകുളം സിറ്റി മൊത്തത്തിൽ തിരക്കാണ്, ഇച്ചിരി ബ്ലോക്കിലൊക്കെ നിൽക്കേണ്ടി വരും. അപ്പോൾ റോയൽ ബേക്കേഴ്സ് കയറി, റെസ്റ്റോറൻറ്റിൽ കയറി ഞങ്ങളൊരു അൽഫാമും ഒക്കെ കഴിച്ച് കുബൂസൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാ കൂട്ടുകാരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ടാറ്റാ ബൈ ബൈ.